നിങ്ങൾക്ക് RSSകാർ സുഹൃത്തുക്കളായിട്ടുണ്ടെങ്കിൽ BJPക്കാർ സുഹൃത്തുക്കളായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഇത് അയച്ചു കൊടുക്കണം. എത്ര കാലം നമ്മുടെ RSSകാർ ഹിന്ദുത്വവാദികൾ സ്വയം പറ്റിക്കും, സ്വയം വഞ്ചിക്കും എന്നുള്ളതാണ്. ഇവർ ബാക്കി ആരെയുമല്ല, സ്വയം വഞ്ചിക്കുകയാണ്. ശബരിമലയിൽ ഇപ്പം പോലും യുവതികളെ കയറ്റണമെന്ന് പറയുന്ന ശ്രീ RV ബാബു അടക്കം യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി സാധാരണഗതിയിൽ പാവപ്പെട്ട താഴെ തട്ടിലുള്ള RSS BJPയിലെ പല ആൾക്കാരും യൂണിഫോം സിവിൽ കോഡ് എന്തോ വലിയ രാജ്യസ്നേഹമാണ്, ദേശീയതയാണ്, അതിനെ എതിർക്കുന്ന മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്തെ എതിർക്കുകയാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഞാനും ശ്രീ RV ബാബു എനിക്ക് വളരെ ബഹുമാനവും ആദരവുള്ള വ്യക്തിയാണ്. വ്യക്തിപരമായിട്ട് ബഹുമാനമാണ് കേട്ടോ, ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്കറിയാം. ആശയപരമായ എതിർപ്പാണെന്നേ ഉള്ളൂ. അദ്ദേഹം നല്ല ഒരു എന്താ പറയുക കടുത്ത ഒരു RSSകാരനാണ്. ഇദ്ദേഹത്തിന് ഇപ്പോഴും ശബരിമല യുവതികളെ കയറ്റണമെന്നാണ് അഭിപ്രായം. ഇദ്ദേഹത്തിന് ഇപ്പോഴും യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നാണ് അഭിപ്രായം. യഥാർത്ഥത്തിൽ ബാബു ചേട്ടനോടും RSSലെ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, ആ നാഗവല്ലി നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലാണ്. അതായത് ശബരിമലയിൽ യുവതികളെ കയറ്റുന്നു, എന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നു. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമ്പോൾ മുസ്ലിം പേഴ്സൺ ലോയിൽ കയറി ഇടപെടുന്നു. മുസ്ലിം പേഴ്സൺ ലോയിൽ കയറി ഇടപെട്ട് മുസ്ലിങ്ങളുടെ ജനസംഖ്യ കുറയ്ക്കുന്നു. എന്റെ ചേട്ടാ, അങ്ങനൊന്നും നടക്കൂല, ചുമ്മാ പറയണാണ്. ഇത് രാവലീശ്വർ പറയണല്ല. RSSന്റെ ചരിത്രത്തിലെ ഏറ്റവും പൂജനീയ സർസംഘ് ചാലക്, 33 വർഷം സംഘത്തെ നയിച്ച വ്യക്തിയാണ് ഗുരുജി ഗോൾവൽക്കർ. ഒരു സാധാരണ RSS BJP പ്രവർത്തകന് നരേന്ദ്രമോദിയെ വേണമെങ്കിൽ തള്ളിപ്പറയാം, അടൽ ബിഹാരി വാജ്പേയിയെ പോലും തള്ളിപ്പറയാം. പക്ഷെ ഒരിക്കലും ഗുരുജി ഗോൾവൽക്കറിനെ തള്ളിപ്പറയാൻ കഴിയില്ല. അടൽ ബിഹാരി വാജ്പേയി ഗുരുജി ഗോൾവൽക്കർ ഇരിക്കുന്ന മുറിയിൽ ഇരിക്കാറ് പോലും ഇല്ലായിരുന്നു. അദ്ദേഹം തന്നെ എഴുതുന്നതാണ്, ഗുരുജിയോടുള്ള ബഹുമാനം കാരണം ഗുരുജി ഇരിക്കുന്ന മുറിയിൽ അദ്ദേഹം ഇരിക്കുക പോലും ഇല്ലായിരുന്നു. ഗുരുജി ഗോൾവൽക്കർ പറയുന്നു, ഞങ്ങളുടെ ഇടയിൽ ചില ആൾക്കാരുണ്ട്, അവർക്ക് മുസ്ലിങ്ങൾ 4 കല്യാണം കഴിച്ച് മുസ്ലിങ്ങൾക്ക് ജനസംഖ്യ കൂടുന്നു എന്ന തെറ്റിദ്ധാരണയുള്ളവരാണ്. അവരാണ് ഈ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. ഈ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും. നമുക്ക് യൂണിഫോർമിറ്റി അല്ല വേണ്ടത്, ഏകശിലാത്മകതയല്ല വേണ്ടത്, യൂണിറ്റിയാണ്. ഈ വൈവിധ്യങ്ങളെ ഒരുമിച്ച് നിർത്തുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഈ യൂണിഫോർമിറ്റി, ഈ ഏകശിലാത്മകത, യൂണിഫോം സിവിൽ കോഡിലെ ഏകശിലാത്മകത രാഷ്ട്രോം കെ വിനാശ് കെ കാരൺ ഹെ, ഇത് നമ്മുടെ രാജ്യത്തെ നശിക്കും. അതോടൊപ്പം യഥാർത്ഥത്തിൽ വേണ്ടത് ശബരിമല യുവതി പ്രവേശനവും അതുവഴി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരികയും അതുവഴി മുസ്ലിം കുടുംബങ്ങളിൽ ഇടപെടുകയും അവരുടെ ജനസംഖ്യ കുറയ്ക്കാനുള്ള നയങ്ങൾ ഉണ്ടാക്കിയൊന്നും അല്ല. പകരം RSSകാരടക്കം എല്ലാവരും കല്യാണം കഴിച്ച് 2 or 3 കുട്ടികൾ വീട്ടിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ആ ശ്രീ RV ബാബുവായിട്ടുള്ള ചർച്ചയാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് കേൾക്കണം, എന്നിട്ട് RSSകാർക്ക് അയച്ചു കൊടുക്കണം. ഇത് RSSകാർ അറ്റ്ലീസ്റ്റ് മോഹൻ ഭഗവത്ജി എങ്കിലും ശ്രദ്ധിക്കണം. മോഹൻ ഭഗവത്ജി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ പറയുന്നതല്ലല്ലോ. മോഹൻ ഭഗവത്ജി, അതായത് ഈ RSSകാർക്ക് പലപ്പോഴും തീവ്ര ഹിന്ദുത്വവാദികൾക്ക് മറുപടി ഒന്നും ഇല്ലാത്തപ്പോൾ അവർ പറയും, കണ്ടോ നിങ്ങളെല്ലാം ഗൾഫ് കാശ് മേടിച്ചിട്ട് പറയുന്നതാണ്, ഈന്തപ്പഴം കഴിച്ചിട്ട് പറയുന്നതാണ്. പുള്ളി ഈന്തപ്പഴം കഴിച്ചിട്ട് പറയുന്നൊന്നും അല്ലല്ലോ. പുള്ളി പറയുന്നത് യഥാർത്ഥത്തിൽ വീടുകളിൽ കുട്ടികൾ വേണം. की 2.1च्या खाली जायला लागलो तर तो समाजच नष्ट होतो. 2.1 അതാണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഈ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇല്ലെങ്കിൽ ഒരു സമൂഹം അതിൻ്റെതായ നശിക്കും. മുസ്ലിമോ ക്രിസ്ത്യാനിയോ കമ്മ്യൂണിസ്റ്റുകാരനോ ബാക്കി ആരും വേണ്ട, നമ്മൾ ഹിന്ദുക്കൾ സ്വയം നശിച്ചോളും. ഒരു വീട്ടിൽ 2.1 കുട്ടികൾ ഇല്ലെങ്കിൽ അതുകൊണ്ടൊരു വീട്ടിൽ 2 or 3 കുട്ടികൾ ഉണ്ടാകണം. ഈ സാധനം മനസ്സിൽ വെച്ച് മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നു എന്ന് പേടിച്ച് അതിൻ്റെ പേരിൽ കള്ളങ്ങളുടെ പുറത്ത് കള്ളങ്ങൾ പറഞ്ഞ് സ്വയം ശബരിമലയെ പോലെ ഒരു ഹിന്ദു ക്ഷേത്രത്തെ ബലി കൊടുത്ത് വളഞ്ഞ വഴിയിലൂടെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ നമ്മുടെ ബാബുച്ചേട്ടനെ പോലുള്ളവർ ഇന്ന് ശ്രമിക്കുന്നത്. ഇത് അന്നത്തെ കാര്യമല്ല കേട്ടോ. അതായത് ശബരിമലയിൽ ഇന്ന് യുവതികളെ കെട്ടണമെന്ന് ശ്രീ പിണറായി വിജയന് പോലും അഭിപ്രായം കാണില്ല. ഗോവിന്ദ മാഷ് ഇത് അടഞ്ഞ അധ്യായമല്ല, പഴയ അധ്യായമാണെന്ന് പറയുന്നതൊക്കെ, ആ നമ്പറൊക്കെ ഇട്ട് വാക്കുകളിൽ കളിക്കുന്നത് അവർക്ക് പോലും കേറ്റാൻ താല്പര്യമില്ല. ബാബുച്ചേട്ടന് മാത്രമാണ് ഇന്നും കേറ്റാൻ താല്പര്യം. ബാബുച്ചേട്ടനും TG മോഹൻദാസിക്കും ഒക്കെയാണ്. ആ ഒരു തർക്കത്തിലെ 1-2 കാര്യങ്ങൾ കാണാം. എന്നിട്ട് RSSകാർക്ക് അയച്ചു കൊടുക്കണം. നമുക്ക് അവരെ നന്നാക്കാം, അവരെ മതസൗഹാർദ്ദത്തിന്റെ പാതയിലേക്ക്, ഗാന്ധിയൻ പാതയിലേക്ക് കൊണ്ടുവരാം. യാതൊരു സംശയവും വേണ്ട, യൂണിഫോം സിവിൽ കോഡ് വരിക തന്നെ ചെയ്യും. യാതൊരു ബന്ധവും വേണ്ട. യാതൊരു സംശയവും വേണ്ട, യൂണിഫോം സിവിൽ കോഡ് വരിക തന്നെ ചെയ്യും. യാതൊരു ബന്ധവും വേണ്ട. നമുക്ക് സമയം അതിക്രമിച്ചു. മറുപടി അങ്ങയുടെ ഗുരുവിനെ ഓർത്താ മതി. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ആത്മഹത്യ ഉണ്ടെന്ന് പറയണം. ഒരാൾ തീരുമാനിച്ചെടുത്ത് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ബാബുച്ചേട്ടാ, യൂണിഫോം സിവിൽ കോഡിന്റെ പേരിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെങ്കിൽ, അതായത് യൂണിഫോം സിവിൽ കോഡ് തന്നെ ഒരു ആത്മഹത്യയാണ്. ഒരു സമൂഹത്തിലെ വ്യത്യസ്ത സമുദായങ്ങൾ നിൽക്കുമ്പോൾ ആ സമുദായങ്ങളുടെ വ്യത്യസ്തത, വ്യതിരിക്തത, അതിൻ്റെ ന്യൂവാൻസ്, സൂക്ഷ്മതലങ്ങൾ, വ്യത്യസ്തത, ഇതെല്ലാമാണ് അതിൻ്റെ സോൾ. ഇതെല്ലാം, ആ വൈവിധ്യമാണ് അതിൻ്റെ ആത്മാവ്.
എല്ലാവരും ഒരേപോലെ നിൽക്കുന്നു എന്നുള്ളതല്ല, എല്ലാത്തിൻ്റെയും വൈവിധ്യങ്ങളുണ്ട്. ആ വൈവിധ്യങ്ങൾ ഒരുപോലെ നിൽക്കുന്നതാണ് ഒരു സമൂഹത്തിന് വേണ്ടത്. ആ യൂണിഫോമിറ്റിയെ എല്ലാത്തും കൂടെ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ആത്മാവിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥത്തിൽ അർത്ഥം. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യ നശിപ്പിക്കുമെന്ന് പറഞ്ഞത് RSSന്റെ ഏറ്റവും വലിയ സർസംഘാലകായിരുന്ന ഗുരുജി ഗോൾവൽക്കറാണ്. 30 വർഷം സംഘടനയെ നയിച്ച ഗുരുജി ഗോൾവൽക്കർ പറയുന്നത് മുസ്ലിങ്ങൾക്ക് കുട്ടികൾ കൂടുന്നു എന്ന തെറ്റിദ്ധാരണയുള്ളവരാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. രാഹുൽ ഈശ്വർ അല്ല. മുസ്ലിങ്ങളുടെ ജനസംഖ്യയെ നിയന്ത്രിക്കാനുള്ള വളഞ്ഞ വഴിയാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞത്. RSSന്റെ രാഹുൽ ഗുരുജി ഗോൾവൽക്കർ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയം അത് സമ്മതിച്ച അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയാണ് കേട്ടോ. സാധാരണ ഈ തീവ്ര സംഘ നിലപാട് പറയുന്നവർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. രാഹുൽ ഈശ്വർ എഴുതി ചേർക്കുന്നതാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഗുരുജി ഗോൾവൽക്കറിന് ഒരു നിലപാടുണ്ടായിരുന്നു എന്ന് ശ്രീ RV ബാബു പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ്. അത് അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റിയാണ്. സേവക സംഘത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. അതിന്റെ അന്തിമമായ അഭിപ്രായം അതിന്റെ ഓൾ ഇന്ത്യ പ്രതിനിധി സഭയിലാണ് എടുക്കുന്നത്. ആ പ്രതിനിധി സഭ ഒരു 100 വട്ടമെങ്കിലും പ്രമേയം പാസാക്കിയിട്ടുണ്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്നതിനെ സംബന്ധിച്ച്. അതാണ് RSSന്റെ പറഞ്ഞ കാരണം കൊണ്ടല്ലേ, മുസ്ലിം ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയല്ലേ, പറഞ്ഞ വഴിയിലൂടെ മുസ്ലിം ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്. ഗുരുജി പറഞ്ഞതാണ്, ഞാനല്ല. ഗുരുജി പറയുന്നത് മുസ്ലിങ്ങൾക്ക് നമ്പർ കൂടുന്നു, മുസ്ലിങ്ങൾ കൂടുതൽ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ കൂടുന്നു എന്ന തെറ്റിദ്ധാരണ ഉള്ളവരാണ് ഞങ്ങളുടെ ഇടയിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നു പറയുന്നത്. ഇവർ ഈ രാജ്യത്തെ നശിപ്പിക്കും. രാഷ്ട്രോം കെ വിനാശ് കെ കാരൺ ഹെ. RSS പ്രസിദ്ധീകരിച്ച ഇന്റർവ്യൂ ആണ്. അതായത് ഈ മുസ്ലിം വിരോധം ഈ രാജ്യത്തെ നശിപ്പിക്കും. ഈ ഇസ്ലാമോഫോബിയ എന്ന വാക്ക് ഗുരുജി ഉപയോഗിച്ചിട്ടില്ല. ഈ ഏകശിലാത്മകത അടിച്ചേൽപ്പിക്കുന്നത് രാഷ്ട്രോം കെ വിനാശ് കെ കാരൺ ഹെ. എന്റെ പ്രിയപ്പെട്ട RSSലെ സംഘ സഹോദര, BJPയിലെ സുഹൃത്തെ, സഹോദര, നിങ്ങളുടെ ഗുരുജി രാഹുൽ ഈശ്വർ അല്ല, നിങ്ങളുടെ ഗുരുജിയായ ഗുരുജി ഗോൾവൽക്കറാണ് യൂണിഫോം സിവിൽ കോഡിന്റെ അപകടം പറയുന്നത്. ആ യൂണിഫോം സിവിൽ കോഡിന്റെ നശിപ്പിക്കാനുള്ള മൈൻഡ് സെറ്റാണ്, ഈ വൈവിധ്യം ഇല്ലാതാക്കാനുള്ള മനസ്സാണ് ശബരിമല വിധിന്യായത്തിന് പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഭരണഘടന പവിത്രമാണ്, ഏറ്റവും മഹത്തരമാണ്, ദൈവീകമാണ്. എന്നാൽ അമൃതിന്റെ കൂടെയാണ് കാലകൂട വിഷമുള്ളത്. ഞങ്ങൾ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം ഏറ്റവും വലിയ വിഷമാണ് കാലകൂട വിഷം. അത് അമൃതിനോട് ചേർന്നാണ് കിടക്കുന്നത്, രണ്ടും മാറ്റിയെടുക്കണം. അതേപോലെ നമ്മുടെ അമൃതാകുന്ന ഭരണഘടനയിൽ അറിയാതെ അടുത്ത് കിടക്കുന്ന കാലകൂട വിഷമാണ് ഈ ആർട്ടിക്കിൾ 44 എന്ന യൂണിഫോം സിവിൽ കോഡ്. അത് സമുദായങ്ങളുടെ, സ്വത്വങ്ങളുടെ, ഐഡന്റിറ്റീസിന്റെ, വിശ്വാസങ്ങളുടെ, ദൈവീകതയുടെ ഒക്കെ കടക്കൽ കത്തിവെക്കുന്ന ഒരു കാര്യമാണ്. കേട്ടാൽ ഭയങ്കര സംഭവമാണെന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. അത് മാരീച രൂപിയാണ്, അഥവാ മുഖം മൂടി ഇട്ട് വന്ന് നമ്മുടെ വിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ്. അത് ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ, മനോഹാരിതയെ, വിശ്വാസ സമ്പത്തിനെ ഒക്കെ നശിപ്പിക്കും. അത് പറഞ്ഞത് RSSന്റെ സർസംഘചാലകായ ഗുരുജി ഗോൾവൽക്കറാണ്. അത് നിങ്ങൾ ഓർത്താൽ മതി. ആ ഗുരുജിയുടെ പാതയിലേക്ക് നമുക്ക് RSSനെ തിരിച്ചെത്തിക്കണം, BJPക്കാരെ തിരിച്ചെത്തിക്കണം. പ്രത്യേകിച്ച് ആ ഗുരുജി ഗോൾവൽക്കറിനെ മുസ്ലിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ആളാണ്. ഒരു കാലത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ ശത്രുക്കളാണ് എന്ന് എഴുതി വരെ വെച്ചിരുന്ന വ്യക്തിയാണ് ഗുരുജി. പക്ഷേ കാലാന്തരത്തിൽ അദ്ദേഹം നന്നായി നന്മയുടെ പാതയിലേക്ക് വന്നു, മഹാത്മാഗാന്ധിയോട് അടുത്തു, ഒരു മധ്യമാർഗമോ സെന്റർ റൈറ്റോ ഒക്കെ എടുത്തു. നമുക്ക് നമ്മുടെ RSS BJP സഹോദരങ്ങളെ, സംഘ സുഹൃത്തുക്കളെ ആ പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. അതുകൊണ്ട് നിർബന്ധമായിട്ട് അവർക്ക് ഇത് അയച്ചു കൊടുക്കണം. അവരുടെ മനസ്സിലാണ് ഈ നാഗവല്ലി ഉള്ളത്. ആ നാഗവല്ലി എന്ന യൂണിഫോം സിവിൽ കോഡ് കാരണമാണ് ശബരിമലയിൽ എങ്ങനെങ്കിലും യുവതികളെ കയറ്റി. അതാണ് സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത്, പട്ടാളത്തെ ഉപയോഗിച്ച് ശബരിമല യുവതികളെ കയറ്റണം, എന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം. ഒരു അമ്പലത്തിന് നേരെ പട്ടാളത്തെ ഉപയോഗിക്കാൻ പറയുകയാണ്. ഏതെങ്കിലും BJP RSSകാരന് പ്രതിഷേധിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലാത്തതിന്റെ കാരണം അവരുടെ മനസ്സിലെ നാഗവല്ലിയാണ്, നിങ്ങളുടെ മനസ്സിലെ ബാധയാണ് ആ യൂണിഫോം സിവിൽ കോഡ്. അതുകൊണ്ടാണ് ശബരിമലയുടെ കാര്യത്തിൽ ഇന്നും ബാബു ചേട്ടനോ ശ്രീ TG മോഹൻദാസിനോ ഒന്നും സത്യം കാണാൻ പറ്റാത്തത്. ജയ് ഹിന്ദ്, വന്ദേ മാതരം.